ഹലോ ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ പാർട്ട് 1 ലൈഫ് സ്റ്റോറി നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഈ തട്ടിട്ടാണെന്ന് താത്ത എന്നിപ്പോൾ ഈ പറയണത് വിചാരിച്ചു. ഒരു ദിവസം ഒരേ സമയമാണ് കേട്ടോ ഈ ലൈഫ് സ്റ്റോറി ഞാൻ എടുക്കുന്ന സമയപരിമിതി കൊണ്ടാണ് കേട്ടോ പാർട്ടായിട്ട് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ എണീറ്റിട്ടില്ല. ആ സമയത്ത് ഞാൻ വേഗം പറയണം. ഒരു നീച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒച്ചപ്പാടേക്കാരം പറയാൻ കഴിയൂല. പിന്നെ ഈ തട്ടന്നിട്ടാണെങ്കിൽ ഇപ്പോൾ തട്ടൊന്നും മാറ്റാനൊന്നും ഇരുന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞെന്താ മൂന്നാമത്തെ ലൈഫ് സ്റ്റോറി. അപ്പോൾ ഞങ്ങൾ കുട്ടികളായി. പിന്നെ ഉമ്മാൻ്റെ അസുഖങ്ങളൊക്കെ മാറി ഞങ്ങൾ ഉപ്പാൻ്റെ വീട്ടിലേക്ക് പോയി. പിന്നെ ഉപ്പ വരുന്നത് ഞങ്ങൾ പ്രസവിച്ചത് അറിയണതൊക്കെ ഇപ്പോൾ മംഗലാപുരത്ത് നിന്ന് ഫോണും കാര്യമൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ കത്തയച്ചാണ്ട് അറിഞ്ഞണോ അതൊന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ പോയി. അന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ജോലി തിരക്കും പണിത്തിരക്കും. ഞാൻ പറഞ്ഞ വെള്ളമില്ലാത്ത നാടാ. പിന്നെ സാധാരണ ഒരു കറണ്ടും ഇല്ല, വെള്ളവും ഇല്ല, റോഡും ഇല്ല. ഇങ്ങനത്തെ ഒരു പ്രദേശമാണ് കേട്ടോ ഞങ്ങളെ പ്രദേശം. അപ്പോൾ വെള്ളമൊക്കെ കൊണ്ടുവരണമെങ്കിൽ ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് പോയി കൊണ്ടുവരണം. പിന്നെ കുളിക്കാനൊക്കെ 2 കിലോമീറ്ററിലേറെ അപ്പുറത്ത് പോയിട്ട് തിരുമ്പണം, കുളിക്കണം. ഒരുപാട് ആൾക്കാർ വീട്ടിലുണ്ടാവും ചെയ്യാം. അപ്പോൾ ഇതൊക്കെ തിരുമ്പാനുണ്ടാവും. ഇതൊക്കെ ഒരുപാടൊക്കെ പിന്നെ വീട്ടിലുള്ള മരക്കളും എല്ലാവരും കൂടി ചെയ്യുമല്ലോ. പിന്നെ ഈ 2 കുട്ടികളും അപ്പോൾ നോക്കണമെങ്കിൽ കുറച്ച് പ്രയാസമാണല്ലോ. 2 ഇരട്ട കുട്ടികളാവും ചെയ്യുക. അപ്പോൾ നോക്കണമെങ്കിൽ കുറച്ച് പ്രയാസമായി കാരണം. അപ്പോൾ ഇപ്പം മംഗലാപുരത്തേക്ക് പോകും ചെയ്യും. പിന്നെ ഉമ്മല്ലേ, ഞങ്ങൾ ഉമ്മാൻ്റെ വീട് അടുത്ത് തന്നെ ആയതുകൊണ്ട് വല്യമ്മ നല്ലോണം നോക്കൂട്ടോ. അങ്ങോട്ട് കൊണ്ടുപോയൊക്കെ നല്ലോണം നോക്കും. അമ്മമാരൊക്കെ എല്ലാവരും ഞങ്ങൾ തലയിൽ നിൽക്കില്ലാത്ത രീതിയിൽ നോക്കും. അങ്ങനെ തത്ത് വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന് പറഞ്ഞ മാതിരി ഞങ്ങളെ കുടുംബക്കാരും ഉപ്പയും ഉമ്മയും വല്യമ്മമാരെല്ലാവരും ഞങ്ങൾ നല്ലോണം നോക്കൂട്ടോ. അങ്ങനെ ഉപ്പാക്ക് മംഗലാപുരത്തേക്ക് പോകണമല്ലോ. അപ്പോൾ ഉപ്പ അമ്മായികളൊക്കെ ഉണ്ടാവും കേട്ടോ വീട്ടിൽ. അപ്പോൾ ഓരോടൊക്കെ പറയും. എനിക്ക് 5 അമ്മായികളാണ് കേട്ടോ, 2 എളാപ്പാരും. അങ്ങനെയാണ് കേട്ടോ. ഒരു ഇപ്പം ഇപ്പം വലിയത് അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ 3 എളാപ്പാർ. ഒരെളാപ്പിന് ചെറുപ്പത്തിൽ മരിച്ചു. ഇപ്പോൾ 2 എളാപ്പാരുള്ളൂ കേട്ടോ. ഉപ്പയും മരിച്ച് ഇപ്പോൾ 2 എളാപ്പാരുള്ളൂ. അങ്ങനെ എന്ത് പറയാം. എന്തപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് നെൽത്തുമല്ല തലയിലില്ലാത്ത രീതിയിൽ വളർത്തുകയാണ് ഞങ്ങൾ ചെറുപ്പത്തിലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ അസുഖങ്ങളുണ്ടാവും, ഹോസ്പിറ്റൽ കേസ് ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇപ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഇപ്പോൾ മംഗലാപുരത്തേക്ക് പോകുന്ന സമയത്ത് അമ്മായിമാരോട് പറയും, എൻ്റെ കുട്ടികളെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പൈസ, നിങ്ങൾക്കൊക്കെ പൈസ കിട്ടാറ് നല്ലോണം നോക്കും, പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഇതിനും വേണ്ടിയിട്ട് പൈസ ഒക്കെ തരുമെന്ന് പറഞ്ഞാണ്ട് പോയിട്ടത് നല്ലോണം നോക്കും ചെയ്യും. ഞങ്ങൾ ഓൽക്കുണ്ടാവുമല്ലോ ഒരുപാട് പണി, സ്കൂളിൽ പോക്കും ഒക്കെ ഉണ്ടാവുമല്ലോ. അന്ന് സ്കൂളൊക്കെ പഠിക്കണ പ്രായമല്ലേ അവരൊക്കെ. അങ്ങനെ എന്താ പറയുക. പിന്നെ എനിക്ക് ഓർമ്മ വരും 3 വയസ്സായിരുന്നു ഞങ്ങളെ ഉമ്മാൻ്റെ ഒപ്പം മരിച്ചു കേട്ടോ. ഉമ്മാൻ്റെ ഒപ്പം മരിച്ചപ്പം അന്ന് ഞങ്ങൾ ചെറിയ 3 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് ആളുകൾ വീട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഉമ്മാൻ്റെ അനിയത്തിയൊക്കെ പറയണ കേൾക്കുക. 2 ആളെ ഒരു റൂമിലിട്ട് പൂട്ടിയിട്ടാണ് നമ്മൾ ഒരുപാട് ആൾക്കാർ, ചെറിയ വീടൊക്കെ ആവും ചെയ്യുക. അപ്പോൾ വീട്ടിൽ ഒരുപാട് ആൾക്കാർ മരിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ, പിന്നെ മരിച്ച് കഴിഞ്ഞാൽ കുറേ ദിവസത്തിന് ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങളൊരു റൂമിലിട്ടൊക്കെ പൂട്ടിയിട്ട് അവിടെ കളിക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ട് തരും. എന്നിട്ട് ഞങ്ങൾ കളിക്കും. പിന്നെ ഒരുപാട് ജോലി തിരക്കുള്ള സമയമല്ലേ, നല്ലോണം കരയൊക്കെ ചെയ്യും. ആൾക്കാരെ കാണുമ്പോൾ നല്ലോണം കരയുന്നൊക്കെ ഇങ്ങനെ പറയണ കേട്ടിട്ടോ. അല്ലെ, വെള്ളത്തിൻ്റെ പ്രശ്നം ഭയങ്കരമാണ്. ഈ വെള്ളം നമ്മളെ നാട്ടിലില്ലാഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നമാണല്ലോ. അങ്ങനത്തെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അങ്ങനെ ഞങ്ങളെ നോക്കി വളർത്തി ഞങ്ങൾക്ക് 5 വയസ്സായി മദ്രസിലും സ്കൂളിലൊക്കെ ചേർത്ത്. ഞങ്ങൾ ഞൊടുക്ക് പോവുകയാണെങ്കിൽ ഒരേപോലത്തെ ഡ്രസ്സും ഒക്കെ ഇട്ടിട്ട് പറഞ്ഞേക്കുള്ളൂ. പക്ഷേ ഞാനും എൻ്റെ അനിയത്തും ട്വിൻസാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ 2 ആളും വേറെ മുഖച്ചായ കേട്ടോ. നീളം വലിപ്പം തടി കൊണ്ടൊക്കെ വേറെ മുഖച്ചായ അറിയില്ല കേട്ടോ. അങ്ങനെയൊക്കെ അറിയില്ല. സ്വന്തം ഇരട്ട കുട്ടികളാകുമ്പോൾ ഒക്കെ ഒരേപോലെ തോന്നൂലേ. അപ്പം ഞങ്ങൾക്ക് ഒരേ ഡ്രസ്സും ഒരേ മോഡൽ എല്ലാം ഇട്ടിട്ടാണ് ഞങ്ങളമ്മയും ഇപ്പം ഞങ്ങളെ ഒടുക്ക് കൊണ്ടുപോകും. ഇവർക്കെന്താ ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ട് കൊടുത്തിന്. ഇരട്ട കുട്ടികളാണോ. ഞാനും എൻ്റെ അനിയത്തും വലിപ്പത്തിനൊക്കെ എല്ലാം വ്യത്യാസമുണ്ട് കേട്ടോ. ഓളിൻ്റെ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ നല്ല നീളം ഉള്ളതുകൊണ്ട്, ഉമ്മ നീളമില്ല, ഇപ്പം നല്ല നീളമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ എന്താ ഇവർ ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ടണ്, ഇവർ ഇരട്ടക്കുട്ടികളാണെന്നൊക്കെ ചോദിച്ചു കേട്ടോ. അവർ പറയുക അവർ ഇരട്ടക്കുട്ടികളെന്ന് അവരെ കണ്ടാലും അറിയില്ലല്ലേ, ഇവർ ഒരു മുഖച്ചായും ഇല്ല, ഒന്നുകൊണ്ടും ഇവരെ അറിയില്ല എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ സ്കൂളിൽ മദ്രസയിലൊക്കെ ചേർത്ത് ഒരേ ക്ലാസ്സിൽ, മദ്രസയിൽ ഒന്നിലെ സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ അങ്ങനെയൊക്കെ പോയിനി. അങ്ങനെ ഞാനും എൻ്റെ അനിയത്ത് 1-ാം ക്ലാസ്സിൽ നിന്ന് ഒപ്പമായിട്ട് 2-ാം ക്ലാസ്സിൽ പിന്നെ ഞങ്ങൾ ഒപ്പമായില്ല. കാരണം ഇവൾ തീരെ നീളമില്ല, ഞാനും നല്ല നീളമൊക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ എൻ്റെ അമ്മോൻ്റെ മോനും 1-ാം ക്ലാസ്സിൽ ചേർത്തി. അപ്പോൾ എന്തായാലും ഒറ്റയ്ക്ക് 1-ാം ക്ലാസ്സിൽ ഇരിക്കില്ല. അപ്പോൾ ടീച്ചർ പറഞ്ഞ്, ജാസർ അജ് ചെറുതല്ലേ, ഇന്നവൻ്റെ കൂടെ 1-ാം ക്ലാസ്സിൽ തന്നെ ഇരുന്നു. അന്ന് ചെറിയ കുട്ടികളല്ലേ. അപ്പോൾ
അപ്പോൾ ആയിക്കോട്ടെ ഞാൻ ഇന്ന് അവൻ്റെ കൂടെ 1-ാം ക്ലാസ് ഞാൻ ഇരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അങ്ങോട്ട് 1-ാം ക്ലാസ് മുതൽ ഞങ്ങൾ 2, 3, 4 അങ്ങനെ ഞാനും മുകളിൽ ക്ലാസ്സിൽ താഴെ ക്ലാസ്സിലായിട്ട് അങ്ങനെ പോയിട്ടോ. അങ്ങനെ 2-ലെത്തി 3-ലെത്തി 3-ാം ക്ലാസ്സിലായിരുന്നു. എൻ്റെ ഉപ്പ മംഗലാപുരത്താണല്ലോ അന്ന് ജോലി. 2-ാം ക്ലാസ്സിലായിരുന്നു എൻ്റെ വല്യമ്മ മരിച്ചിട്ട്, ഉപ്പാൻ്റെ അമ്മ മരിച്ച്. 3-ാം ക്ലാസ്സിലായിരുന്നു. അങ്ങനെ ഇപ്പം മംഗലാപുരത്ത് നിന്ന് വന്ന സമയത്ത് നമ്മളെ സ്കൂൾക്ക് ഒരുപാട് കടലൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ മിഠായി കടലൊക്കെ കൊണ്ടുവന്ന് കൊടുക്കണ ആ ഒരു ഓർമ്മയൊക്കെ എനിക്ക് കിട്ടും. അങ്ങനെ 4-ാം ക്ലാസ്സിലെത്തി. ഓള് 3-ലും ഞാൻ 4-ലും. പിന്നെ 5-ാം ക്ലാസ്സിലെത്തിയപ്പോഴാണ് മക്കളെ ഇപ്പം മരിച്ചത്. അതിൻ്റെ ഇടയിൽ ഞാൻ 1-ാം ക്ലാസ്സിലായെന്ന് അമ്മമാരൊക്കെ ഗൾഫിലായിരുന്നു കേട്ടോ. അമ്മമാർ ഗൾഫിലായെന്ന് കത്ത് എഴുതല്ലോ, അന്നൊക്കെ കത്ത് എഴുതലാണല്ലോ, അന്ന് ഫോണൊന്നും ഇല്ലല്ലോ. അപ്പോൾ കത്ത് എഴുതി എൻ്റെ പുസ്തകത്തിൻ്റെ ഉള്ളിൽ മേലെ വെച്ചോണ്ട് ഇനി വല്യമ്മ കത്ത്. വല്യമ്മേൻ്റെ കഥകളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ സഹിച്ച സഹനക്കഥകളൊക്കെ പറയാന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ചിലപ്പം ആണെങ്കിൽ ഞാൻ വീഡിയോയിൽ പറയട്ടോ, സമയം ഉണ്ടെങ്കിലൊക്കെ പറയാൻ മാത്രമുണ്ട് മക്കളെ കഥകളൊക്കെ. അന്നത്തെ കാലം ജീവിച്ച കഥകളൊക്കെ ഇട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോ കഥകളും പാട്ടുകളൊക്കെ ഇങ്ങനെ ഞങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ 4-ാം ക്ലാസ്സിൽ അങ്ങനെ എത്തിയില്ല. അപ്പം 5-ാം ക്ലാസ് മുതലുള്ള കാര്യങ്ങളാണ് ഭയങ്കര ഡിപ്രഷനായിട്ടുള്ള കാര്യങ്ങളാണ് മക്കളുള്ളത്. ഉമ്മാൻ്റെ പ്രസവം, ഉപ്പാൻ്റെ മരണമൊക്കെ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഞാൻ അടുത്ത പാർട്ടായിട്ട് ചെയ്യട്ടെ ഇൻഷാ അല്ലാ. കേൾക്കുന്നുണ്ടോ? മൈക്കൊന്നുമില്ല, സാധാരണ ഫോണിൽ ഒരു ഐഫോണൊന്നുമില്ല, സാധാരണ ഒരു ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ക്ലിയർ ഒക്കെ ഉണ്ടോ എനിക്കറിയില്ല, ഞാൻ ഇതിൽ തന്നെ എടുക്കാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പാർട്ട് 3 ഞാൻ ചെയ്യട്ടെ ഇൻഷാ അല്ലാ. അപ്പോൾ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ.